സമയം നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം റോമാക്കാരുടെ ലേഖനം നമ്മൾ ഇപ്പോഴും നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി. പക്ഷേ ആ ദൈവരാജ്യത്തിനകത്തു നിന്ന് അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് നേടാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് തോക്കാനോ നമുക്ക് നിരാശപ്പെടാനോ അല്ലെങ്കിൽ ഇല്ലാതാകാൻ നമുക്ക് ലൂസ് ചെയ്യാനായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ല. നമുക്ക് നേടാൻ മാത്രമേ ഉള്ളൂ. റോമാക്കാരുടെ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് നമ്മൾ വരുമ്പോൾ സ്തോത്രം വചനം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ അതിൻ്റെ 17-ാം തിരുവചനം റോമൻസ് 11:17 റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 17 വചനം ഇങ്ങനെ പറയുന്നു. ബട്ട് സം ഓഫ് ദീസ് ബ്രാഞ്ചസ് ഫ്രം Abraham's tree, some of the people of Israel have been broken off, and you Gentiles who were branches from a wild olive tree have been grafted in. So now you also receive the blessing God has promised Abraham and his children, sharing in the rich nourishment from the root of God's special olive tree. അത് നമുക്ക് മലയാളത്തിൽ വായിക്കാം. കൊമ്പുകളിൽ ചിലത് വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവിൻ കൊമ്പായ നിന്നെ അവയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിനു പങ്കാളികളായി തീർന്നു. എങ്കിലോ ആ കൊമ്പുകളെക്കാൾ നീ വലിയവൻ എന്ന് അഭിമാനിക്കരുത്. മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ നമ്മൾ 17-ാം തിരുവചനമാണ് നമ്മൾ നോക്കുന്നത്. ആ 17-ാം തിരുവചനത്തിനകത്ത് വചനം ഇങ്ങനെ പറയുന്നു. അബ്രഹാമിൻ്റെ മരത്തിൽ നിന്ന് ചില ശാഖകളെ ഒടിച്ചു മാറ്റി. ഹല്ലേലൂയ. അതിനെ ഒടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്തു? അബ്രഹാമിൻ്റെ വംശത്തിൽ പെടാത്ത നമ്മളെ ഓരോരുത്തരെയും, ജാതികളായിരുന്ന നമ്മളെ ഓരോരുത്തരെയും, കാട്ടൊലിവായിരുന്ന നമ്മളെ ഓരോരുത്തരെയും, ഇരുട്ടിൽ കിടന്ന നമ്മളെ ഓരോരുത്തരെയും, അർഹതയും യോഗ്യതയും ഇല്ലാത്ത നമ്മളെ ഓരോരുത്തരെയും എടുത്തിട്ട് എവിടാണോ ഈ ശാഖകൾ ഒടിച്ചു മാറ്റിയത്, ആ ഒടിച്ചു മാറ്റിയ ശാഖകൾ ഇരുന്ന സ്ഥലത്തേക്ക് നിങ്ങളും ഞാനും ആയിരുന്ന കാട്ടൊലിവുകളെ എടുത്ത് ചേർത്ത് ഒട്ടിച്ച് അബ്രഹാമിൻ്റെ മരത്തേലോട്ട് ചേർത്ത് വെച്ചിട്ട് സ്തോത്രം കർത്താവ് പറയുന്നു. അബ്രഹാമിൻ്റെ മക്കൾക്കും എങ്ങനെയാണോ വേരിൽ നിന്ന് സകല വേണ്ട നന്മകളും കിട്ടിയത്, അവർക്ക് കിട്ടുന്ന നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട സകല ഗുണങ്ങളും അവർ വളരുവാനും വളർന്നു പന്തലിക്കുവാനും അവർക്ക് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇന്ന് നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഈ മരത്തേലോട്ട് ഒട്ടിച്ചു ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വേരിൽ നിന്നുള്ള സകല ഗുണങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിന് മഹത്വം. ഇത് അതിശയമല്ലേ? ഇതൊന്ന് ചിന്തിച്ചേ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മരത്തിൽ ചില ശാഖകൾ, ചില കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഈ കൊമ്പുകളെ ദൈവം മനഃപൂർവ്വമായിട്ട് ഒടിച്ചു മാറ്റിയത് എന്തിനാണെന്നറിയോ? അവിടെ ഇടമുണ്ടാക്കിയിട്ട് ഒരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത നിങ്ങളെയും എന്നെയും, ഇതാണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ പറ്റത്തില്ല എൻ്റെ കുടുംബ മഹിമ കാരണം, എൻ്റെ ഗുണം കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ കാട്ടൊലിവുകളായിരുന്നു. കാട്ടൊലിവിനെ എന്താ ചെയ്യുന്നത്? വെട്ടി ദൂരെ കളയും അല്ലേ? കാട്ടൊലിവിനെ ആരും അതിൻ്റെ ഫലം തിന്നത്തില്ല. കാട്ടൊലിവിന് ആരും വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല, ഭക്ഷണം കൊടുക്കത്തില്ല. പക്ഷെ അങ്ങനെ കിടന്ന് നമ്മളെ ഓരോരുത്തരെയും എടുത്തിട്ട് ദൈവം ഈ അബ്രഹാമിൻ്റെ വൃക്ഷത്തിലോട്ട് ഒട്ടിച്ചു ചേർത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഇത് മഹാ അത്ഭുതം. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഒന്നും നേടാനില്ല. നമുക്കങ്ങനെ പറഞ്ഞ് ഒന്നും ഞാൻ എന്തോ കഴിവുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ കണ്ടോ അവരെക്കാട്ടിലും ഞാൻ നല്ലതാ, അതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, ഞങ്ങൾ ഇന്ന വംശത്തിൽ നിന്ന് വന്നതും കൊണ്ടാണ് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് പറയാൻ നമുക്കൊരു യോഗ്യതയുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു, അതിൻ്റെ 16-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, റോമൻസ് 11:16. ആൻഡ് സിൻസ് Abraham
Abraham and the other patriarchs were holy, their descendants will also be holy. Just as the entire batch of dough is holy, because the portion given as an offering is holy. For if the roots of the tree are holy, the branches will be too. അതൊന്ന് വായിക്കാം. 16 റോമൻസ് 11:16. ആദ്യഫലമായി അർപ്പിക്കപ്പെട്ട ധാന്യമായ വിശുദ്ധം എങ്കിൽ അത് മുഴുവനും വിശുദ്ധം തന്നെ. വേര് വിശുദ്ധം എങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ആമേൻ. അപ്പം എങ്ങോട്ടാണ് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്? നമ്മളെ ക്രിസ്തുവേശു വഴി പിതാവായ ദൈവം കാട്ടിൽ കിടന്ന നമ്മളെ, ഇരുട്ടിൽ കിടന്ന നമ്മളെ, പ്രാക്കിലും ശാപത്തിലും കിടന്ന നമ്മളെ ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞ് കിടന്ന സ്ഥിതിക്കകത്തുനിന്ന് നമ്മളെ ഓരോരുത്തരെയും എടുത്തിട്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമ്മളെ അബ്രഹാമിനോട് പറ്റിച്ചു വെച്ചു. സ്തോത്രം. അബ്രഹാമിൻ്റെ വൃക്ഷത്തിലോട്ട് നമ്മളെ പറ്റിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഈ യാക്കോബും യൂദായും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ വംശത്തിൻ്റെ ഭാഗമാക്കിയെന്ന് നമ്മളെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ പറഞ്ഞോ ആ വംശത്തിനോട് അതെല്ലാം നമ്മുടേതാക്കി. എന്നിട്ട് വചനം പറയുവാണ്, ഹല്ലേലൂയ, വേര് ശുദ്ധമായതുകൊണ്ട് ഹല്ലേലൂയ വൃക്ഷം ശുദ്ധമായിരിക്കും. വേര് ശുദ്ധമായതുകൊണ്ട് അതിൻ്റെ ശാഖകൾ ശുദ്ധമായിരിക്കും. വേര് ശുദ്ധമായതുകൊണ്ട് ഈ ശാഖകൾക്കകത്തുനിന്ന് പുറത്തു വരുന്ന ഫലവും ശുദ്ധമായിരിക്കും. അതേപോലെ നിങ്ങളെയും എന്നെയും ഈ അബ്രഹാമിൻ്റെ വൃക്ഷത്തിലോട്ട് ചേർത്ത് വെച്ചിട്ട് ദൈവം പറയുക, ഇന്ന് ചേർന്ന് നിൽക്കുന്നവൻ്റെ തലമുറകളും കൂടെ ശുദ്ധമുള്ളവരായിരിക്കും. ഇന്ന് ഈ ചേർത്ത് വെച്ചിരിക്കുന്നവൻ്റെ കുടുംബവും തലമുറകളും എത്ര ആയിരം തലമുറകൾക്കപ്പുറം അവർ വിശുദ്ധീകരിക്കപ്പെട്ടു. സ്തോത്രം. ഞാൻ പറയട്ടെ, ഏത് തലമുറയ്ക്കകത്ത് എനിക്ക് യേശുവിനെ വേണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നോ, ഹല്ലേലൂയ, ആ വംശം മൊത്തം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ആ തലമുറ മാത്രമല്ല, ആ തലമുറയുടെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, സകലതും എൻ്റെ കർത്താവ് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും കണ്ടിട്ട് പറയും 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. സ്തോത്രം. വേര് ശുദ്ധമായതുകൊണ്ട് ശാഖ ചേർന്ന് വരുമ്പോൾ ഹല്ലേലൂയ, വേരിൻ്റെ നന്മ കാരണം ഈ ശാഖയെല്ലാം ശുദ്ധമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞേ, ഞാനൊരു വിശുദ്ധ വംശമാണെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എസെക്കിയേലിൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾ വരുമ്പം, എസെക്കിയേലിൻ്റെ പുസ്തകം 18, പ്രവചന പുസ്തകം 18-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ, വചനം ഇങ്ങനെ പറയുന്നു, അതിൻ്റെ 21 പറയുന്നു. സ്തോത്രം. 18:21, 18:21. But if wicked people turn away from all their sins and begin to obey my decrees and do what is just and right, they will surely live and not die. അതിൻ്റെ 22, and all their past sins will be forgotten and they will live because of the righteous things they have done. എസെക്കിയേലിൻ്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 21, 22 എന്ന് വായിച്ചേ. 21, 22. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടു തിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെ പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങൾ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. അതിൻ്റെ 19 കൂടെ, അതിൻ്റെ 19. എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും. ആമേൻ. സ്തോത്രം. അപ്പം റോമൻസ് നമ്മളിപ്പം കേട്ടു, 11-ാം അധ്യായത്തിനകത്ത് നമ്മൾ കേട്ടു, കാട്ടിൽ കിടന്ന നമ്മളെ, ശാപത്തിൽ കിടന്ന നമ്മളെ, ദൈവത്തിൻ്റെ വംശത്തിനോട് ചേർത്ത് വെക്കാൻ യോഗ്യതയില്ലാത്ത നമ്മളെ ഒടിച്ച് നമ്മളെ എടുത്തിട്ട് നമ്മളെ ചേർത്ത് വെച്ചു. എവിടെ? അബ്രഹാമിൻ്റെ വൃക്ഷത്തിലോട്ട് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, ക്രിസ്തു യേശുവിൽ നീ അബ്രഹാമിൻ്റെ വംശമാണെന്ന് പറഞ്ഞു. ക്രിസ്തു യേശുവിൽ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശി നീയാന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം നമ്മളെ ഈ വൃക്ഷത്തിനോട് ചേർത്ത് വെച്ചപ്പം അബ്രഹാമിൻ്റെ വൃക്ഷത്തിൻ്റെ വേര് ശുദ്ധവും നന്മയും അനുഗ്രഹവും ദീർഘായസ്സും കൃപയും ഒക്കെ ഉള്ളത് കാരണം ക്രിസ്തുവേശുവിലൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ഒരു ചോദ്യം, എസെക്കിയേൽ പുസ്തകത്തിനകത്തൊരു ചോദ്യം ചോദിക്കുക, അപ്പനും അമ്മയും പാപം ചെയ്തത് കൊണ്ട് മക്കൾ അത് അനുഭവിക്കണ്ടേ? അപ്പൻ്റെയും അമ്മയുടെയും പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ഈ മരണം അല്ലെങ്കിൽ പ്രാക്ക് അല്ലെങ്കിൽ ദോഷം, ഈ ശാപം, ഇതിൻ്റെയൊക്കെ ദുഷ്ടഫലം മക്കൾ കഴിക്കണ്ടേ?
വചനം പറയാ ഇല്ല. ആ മകൻ അല്ലെങ്കിൽ മകള് ഹല്ലിയ ദുഷ്ടത ചെയ്ത് പ്രാഗിയെ ശപിക്കപ്പെട്ട് അപ്പൻ്റെ അമ്മയുടെ മകനും മകളും ഹല്ലേലൂയ, ഞാൻ മകളെന്നും പറയാം, മകനെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ ആ മകളെന്നും പറയാം. ദൈവത്തിനകത്ത് മകളും മകനും ഒരേപോലെയാ. ആ മകളോ മകനോ ഹല്ലേലൂയ ദൈവത്തിലേക്ക് തിരിയുവാണെങ്കിൽ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ശാപങ്ങളും പ്രാക്കുകളും അവൻ്റെ അകത്തോ അവൻ്റെ ഒരു തലമുറയ്ക്കകത്തോ കയറി വരത്തില്ല. 1. 2, വചനം അവിടെ പറയുന്നു, എസെക്കിയേൽ 18 പറയുന്നു, ദുഷ്ടന്മാർ അവരുടെ ദുഷ്ടത വിട്ട് തിരിഞ്ഞു വരാമെങ്കിൽ ഹല്ലിയ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളും ശാപങ്ങളും ദുഷ്ടതകളും സകലതും കർത്താവ് മറന്നു കളയും. ഹല്ലിയ മറന്നു കളഞ്ഞാൽ ദൈവം അതിനെ ഒരിക്കലും ഓർക്കത്തില്ലെന്ന്. അതാണ് ഹെബ്രായരുടെ ലേഖനത്തിനകത്ത് നമ്മൾ കാണുന്ന പുതിയ ഉടമ്പടി. ഹെബ്രായരുടെ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഹല്ലിയ വചനം ഇങ്ങനെ പറഞ്ഞു. ഹെബ്രായർ 8:12-13 and I will forgive their wickedness and I will never again remember their sins. When God speaks of a new covenant, it means he has made the first one obsolete. It is now out of date and will soon disappear. അന്ന് വായിച്ച്, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ആമേൻ, സ്തോത്രം. അപ്പം അതിന്റെ 13, പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകും. അതിന്റെ 6, 8-6, ഹെബ്രായർ 8:6. But now Jesus, അവനോ വിശേഷതയേറിയ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതവും നിയമത്തിന്റെ മധ്യസ്ഥനുമാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ആമേൻ. അതിന്റെ 6 ഞാനൊന്ന് വായിക്കാം. But now Jesus our high priest has been given a ministry that is far superior to the old priesthood, for he is the one who mediates for us a far better covenant with God based on better promises. Hallelujah. വചനം പറയുന്ന ആകെ സത്യം ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ ഏത് അവസ്ഥയിൽ കിടന്നിട്ട് ക്രിസ്തുവിലേക്ക് നമ്മളൊന്ന് അബ്രഹാമിൻ്റെ വംശത്തിനകത്തേക്ക് ക്രിസ്തു യേശുവിലൂടെ നമ്മൾ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ സകല പാപങ്ങളും മറന്നു കളഞ്ഞ് നമ്മുടെ സകല ലംഘനങ്ങളും ക്ഷമിച്ച് ഒരിക്കലും ഇനിയും ഈ പാപങ്ങളൊന്നും ഓർക്കത്തില്ല. നമ്മളെ ഒരിക്കലും ആ കഴിഞ്ഞു പോയതിനെ ഓർത്ത് നമ്മളെ ശിക്ഷിക്കത്തില്ല. അപ്പനും അമ്മയും ചെയ്തതോർത്ത് നമ്മളെ ഹല്ലിയ പിടിച്ചിട്ട് നമ്മളെ തല്ലിക്കൊല്ലത്തും അടിക്കത്തുമില്ല. ഹല്ലിയ പക്ഷേ പുതിയ ഒരു ഉടമ്പടിക്കകത്ത് നമ്മളെ കയറ്റി നിർത്തിയിരിക്കുക. ഈ പുതിയ ഉടമ്പടി എന്തുവാ? വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടിയാ. ഹല്ലിയ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബെറ്റർ പ്രോമിസസ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനമാ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കർമ്മങ്ങൾ ചെയ്തതും കൊണ്ട് ഞാൻ രക്ഷപ്പെടുവല്ല, കുറെ കർമ്മങ്ങളും ചെയ്തതും കൊണ്ട് ഞാൻ വേരിൻ്റെ നന്മ അനുഭവിക്കുവല്ല. പക്ഷേ ഞാൻ ക്രിസ്തു യേശുവിലൂടെ അബ്രഹാമിൻ്റെ വൃക്ഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ അബ്രഹാമിനകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തോ ആ അനുഗ്രഹങ്ങളുടെ ഓഹരിക്കാരനും ഓഹരിക്കാരിയുമായി നിങ്ങളും ഞാനും ഓരോരുത്തരും. ഹല്ലിയ. നമ്മൾ മാത്രമല്ല ഓഹരിക്കാരായത്, പക്ഷെ നമ്മളുടെ തലമുറകളും ഫ്രീ ആയിട്ട് ഈ അനുഗ്രഹത്തിനകത്തേക്ക് കയറി വന്നു. സ്തോത്രം. ഈ തലമുറയെ അനുഗ്രഹിക്കുന്നതിനപ്പുറം അടുത്ത തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം വിളിച്ചു പറയുക, ഐ ഹാവ് ക്രിയേറ്റഡ് എ കവനന്റ് ബേസ്ഡ് ഓൺ ഫാർ ബെറ്റർ പ്രോമിസസ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വേര് പിടിക്കുന്ന ഹല്ലേലൂയ ഒരു പുതിയ ഉടമ്പടി നിങ്ങളും ഞാനും കൂടിച്ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് പുതിയ ഉടമ്പടിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ ഉടമ്പടിക്കകത്ത് ക്രിസ്തുവിലായിരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടിട്ട് ക്രിസ്തു യേശു കാരണം ഹല്ലിയ സകല അനുഗ്രഹങ്ങളും. അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം എന്താണ്? ഹല്ലിയ, നീ ഒന്ന് പുറത്തേക്ക് നോക്കി അബ്രഹാമേ, നീ മണ്ണിലോട്ടൊന്ന് നോക്കിക്കേ. ഈ മണ്ണിനെ പോലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു ജനത്തിൻ്റെ പിതാവാക്കി തീർക്കും ഞാൻ നിന്നെ. ഹല്ലിയ, നീ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ. നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാൻ പറ്റാത്ത വണ്ണം ഒരു അതേപോലെ മക്കളുടെ അപ്പനാക്കി തീർക്കും നിന്നെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ചിലവര് യേശുവിനെ ഓർത്ത് ചിലതൊക്കെ വിട്ടുകളയേണ്ടി വരുന്നു. അപ്പനെയും അമ്മയും മക്കളെയും ഭാര്യയും ഒക്കെ ചിലവർക്ക്
തള്ളിക്കളയേണ്ടി വരുന്നു. എന്താ? ക്രിസ്തുവിനെ ഓർത്ത്. പക്ഷേ കർത്താവ് പറയുക, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം കർത്താവിനെ ഓർത്ത് എനിക്ക് ആ പഴയത് വേണ്ട, എനിക്ക് ക്രിസ്തുവിനോട് പറ്റിച്ചേരണം, എനിക്ക് യേശുവിൻ്റേതാകണം, എനിക്കും ഈ വൃക്ഷത്തിൻ്റെ ഭാഗമായി തീരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഈ ഭൂമിയിൽ പ്രതികൂലം കാണും. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വണ്ണം ഹല്ലേലൂയ വീടും ആൾക്കാരും ബന്ധുക്കാരും അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണ്ടാന്ന് വെച്ച് ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി എനിക്ക് യേശുവിനോടൊപ്പം പറ്റിച്ചേരണം, എനിക്കും അബ്രഹാമിൻ്റെ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗമാകണം, ഒരു ശാഖയാകണം, അതിനകത്ത് ചിലതൊക്കെ തള്ളിക്കളയേണ്ടി വരും, ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ കർത്താവ് പറയുക, നീ എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കാരണം ഇനി നിൻ്റെ അകത്തുനിന്ന് മാത്രമല്ല നിൻ്റെ തലമുറകൾക്കകത്തുനിന്നും നല്ല ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്നവരുണ്ടോ? ഇന്ന് യേശുവിന് വേണ്ടി ഹല്ലേലൂയ ചിലതൊക്കെ കുടുംബത്തിനെയും കുടുംബ മഹിമകളെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് കർത്താവ് വേണം എന്ന് പറഞ്ഞ് നിന്നവരുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ വേര് ശുദ്ധമായി. ഹല്ലേലൂയ. വേര് ശുദ്ധമായാൽ അകത്തുനിന്ന് വരുന്ന ഫലവും ശുദ്ധമായി തീരും. എന്നിട്ട് കർത്താവിൻ്റെ വചനം റോമാക്കാരുടെ ലേഖനം 11 പറയാ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വമ്പ് പറയാൻ ഒന്നുമില്ല. അനുഗ്രഹങ്ങളും നന്മയും കാണുമ്പോൾ നമുക്ക് വിളിച്ചു പറയാൻ പറ്റത്തില്ല, ഞാൻ ഉപവസിച്ചത് കൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ നന്മ ചെയ്തത് കൊണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, ഏതൊക്കെ ആൾക്കാർ ഹല്ലേലൂയ എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു നിന്നപ്പം കർത്താവ് നോക്കിയപ്പോൾ നമ്മളെയൊക്കെ കണ്ടിട്ട് എടുത്ത് നമ്മളായി കിടന്ന അവസ്ഥകൾക്കകത്തുനിന്ന് എടുത്ത് നമ്മളെ പറ്റിച്ചേർത്ത് വെച്ചതാ. ഹല്ലേലൂയ. ഇതാണ് കൃപ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വംശമാ. ഹല്ലേലൂയ. ഞാൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, എൻ്റെ അകത്തുനിന്ന് ഹല്ലേലൂയ ഉണ്ടായി വരുന്ന സകല തലമുറകളും അനുഗ്രഹിക്കപ്പെടുക. ഞാൻ പറയട്ടെ, ഒരു ഉറപ്പും ധൈര്യവും പറയാം, നിങ്ങളുടെയും എൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നമ്മുടെ വേര് ശുദ്ധമായി. ഹല്ലേലൂയ. അപ്പനും അമ്മയും ചെയ്ത പാപവും ശാപവും നമ്മളെ പിന്നാലെ പിന്തുടരത്തില്ല. നമ്മുടെ പിന്നാലെ നന്മയും അനുഗ്രഹവും ആയുഷ്കാലം മൊത്തം പിന്തുടരും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾ ഓരോരുത്തരും വലിയൊരു മാഗ്നറ്റ്, ഒരു വലിയ കാന്തമാ. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നമ്മൾ ഓരോരുത്തരും. എന്താണെന്നറിയോ? പറ്റിച്ചേർന്നിരിക്കുക ക്രിസ്തുവിനോട്. ഹല്ലേലൂയ. പറ്റിച്ചേർന്നിരിക്കും തോറും ഹല്ലേലൂയ ശാഖ ചേർത്ത് വെച്ചിരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷത്തെ അബ്രഹാമിൻ്റെ വംശത്തിനോടൊപ്പം എവിടോ കിടന്ന നമ്മളെയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ആ ജനത്തിന് വരേണ്ട സകല അനുഗ്രഹങ്ങളും എൻ്റെ അവകാശി ഇന്ന് നമ്മൾ ഓരോരുത്തരുമാ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നമ്മുടെ തലമുറയെക്കാട്ടിലും ക്രിസ്തുവിൽ നിൽക്കുന്നവരുടെയൊക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ തലമുറയെക്കാട്ടിലും അധികമാണ് നമ്മുടെ അടുത്ത തലമുറയെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറമായിരിക്കും അടുത്ത തലമുറയെ അനുഗ്രഹിക്കാൻ കർത്താവ് പോകുന്നത്. സ്തോത്രം. കർത്താവിനൊന്ന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. കർത്താവേ നന്ദി യേശുവേ. ഹല്ലേലൂയ. ആരൊക്കെ എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ നമ്മളെയൊക്കെ കർത്താവ് പറ്റിച്ചേർത്ത് ക്രിസ്തുവിനോടൊപ്പം ചേർത്ത് വെച്ചിട്ട് ഹല്ലേലൂയ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും ഹല്ലേലൂയ നമ്മൾ അവകാശികളായി തീർന്നത്. കർത്താവേ സ്തോത്രം. ഇന്ന് ഇതിനകത്തേക്ക് കയറി വരാത്ത എത്രയോ പേര് കിടക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കകത്തും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും കൂടപ്പറപ്പുകളും ഒക്കെ കിടപ്പുണ്ട് കർത്താവേ. പലവരും വചനം കേട്ടിട്ട് സത്യം അറിഞ്ഞിട്ടും ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ആരെയും തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് ഹല്ലേലൂയ ഇതിനോടൊപ്പം ഹല്ലേലൂയ അബ്രഹാമിൻ്റെ വൃക്ഷത്തിനോടൊപ്പം ഇനിയും ഇവരെയൊക്കെ പറ്റിച്ച് ചേർത്ത് വെക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകിയിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വംശം ഈ ദേശത്ത് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും നൽഫലം കായ്ക്കുന്നവരാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.